വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു. 24 മണിക്കൂറിനിടെ 6 സംസ്ഥാനങ്ങളിലായി 27 പേർ മരിച്ചു. അസമിൽ വ്യാപക മണ്ണിടിച്ചിൽ. മണിപ്പൂരിൽ ഇംഫാൽ നദിയിൽ വെള്ളപ്പൊക്കമാണ്. നിരവധി പേരെ ഒഴിപ്പിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ സ്ഥിതി എന്താണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയും കൊടുങ്കാറ്റും ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് ഏറ്റവും രൂക്ഷമായ സാഹചര്യം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. 24 മണിക്കൂറിനിടെ മാത്രം 27 പേരാണ് ഈ സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങളിലായി മരിച്ചത്. അരുണാചൽ പ്രദേശിൽ മാത്രം 9 പേർ മരിച്ചിട്ടുണ്ട്. അതിലൊരു പേർ ദേശീയപാത 13 ഉണ്ടായ വൻ മണ്ണിടിച്ചിലിൽ വാഹനം ഒലിച്ചുപോയാണ് മരിച്ചത്. മറ്റ് 2 പേർ മതിലിടിഞ്ഞ് വീണാണ് മരിച്ചത്. സമാനമായി തന്നെ അസമിലും വ്യാപകമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വെള്ളം കയറിയും ദേശീയപാത തടസ്സപ്പെടുന്ന സാഹചര്യം അസമിൽ ഉണ്ടായിട്ടുണ്ട്. നാഗാലാൻഡിൽ ചമൌക്ക് കെമിഡ ജില്ലയിൽ പഹല പഹാറിൽ ദേശീയപാത 29 തടസ്സപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായ മണ്ണിടിച്ചിൽ ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മണിപ്പൂരിലെ ഇംഫാൽ നദിയിൽ വെള്ളം കയറി ഒരു ഗ്രാമത്തെ പൂർണ്ണമായും തന്നെ ഒഴിപ്പിച്ചിരിക്കുന്നു. അവർക്കായി സ്കൂളുകൾ അടക്കമുള്ള ഇടങ്ങളിൽ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ നേരിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം അടക്കമുള്ള സാഹചര്യങ്ങൾ അവിടെ വിലയിരുത്തുന്നത്. അതേസമയം ഇന്ന് രാവിലെ മുതൽ മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട്. ഈ വരുന്ന 24 മണിക്കൂറിലും നേരിയ തോതിലുള്ള മഴ ഈ മേഖലയിൽ തുടരും എന്നും വ്യക്തമാക്കുന്നു. മേഘാലയയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്.